हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में ख़त्मुल मुरसलीन, दिल से है खुदा में ख़त्मुल मुरसलीन, ख़त्मुल मुरसलीन। ഔദുബില്ലാഹി മിനശ്ശൈത്വാനിർ-റജീം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. പ്രിയ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് 9 ഓഗസ്റ്റ് 2025 ഇന്ത്യയിൽ ഇപ്പോൾ രാത്രി 10 മണിയാണ്. GMTയുടെ അടിസ്ഥാനത്തിൽ ഈ സമയം 4:30 മണിയാണ്. പ്രിയ പ്രേക്ഷകരെ, ഇത് രാഹയോദയുടെ സമയമാണ്. കാതിൽ നിന്നുകൊണ്ട് ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാം രാഹയോദയുടെ 4 എപ്പിസോഡാണുള്ളത്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഈ സീരീസിലെ 3-ാമത്തെ എപ്പിസോഡാണ്. പ്രിയ പ്രേക്ഷകരെ, പരിപൂർണ സീരീസിൽ നമ്മൾ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ഒരു മഹത്തായ ഗ്രന്ഥം ഇർഫാനെ ഇലാഹി എന്നുള്ള ഗ്രന്ഥത്തിലെ ചില വിശദീകരണങ്ങളാണ് നൽകുന്നത്. ഇത് ഒരു പ്രസംഗമാണ്. പ്രിയ പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഇത് ലൈവായിട്ടുള്ള പ്രോഗ്രാമും അതുപോലെ തന്നെ ഇൻട്രാക്റ്റീവായിട്ടുള്ള പ്രോഗ്രാമാണ്. അതായത് നമ്മുടെ പ്രേക്ഷകർ ചോദ്യങ്ങളുമായിട്ട് നമ്മുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം തന്നെ പ്രിയ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ സ്റ്റുഡിയോയിലുള്ള പണ്ഡിതന്മാരുടെ പാനൽ മുമ്പിൽ വെക്കുന്നതായിരിക്കും. നമ്മുടെ പ്രിയ പണ്ഡിതന്മാർ ഈ പ്രോഗ്രാമിലൂടെ അതിന് ഉത്തരം നൽകുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ സ്ക്രീനിൽ കാണിക്കപ്പെടുന്ന ഡീറ്റെയിൽസുമായിട്ട് നമ്മുമായി ബന്ധപ്പെടാവുന്നതാണ്. ടെലിഫോൺസ് ലൈൻ മുഖാന്തരവും അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജസും ഫാക്സ് മെസ്സേജസും അതുപോലെ തന്നെ ഇമെയിൽ മുഖാന്തരം നമ്മുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം സംസാരിക്കുന്നതിനായിട്ട് നമ്മോടൊപ്പം ചേരുന്നത് ഞാൻ അവരെ ആദ്യമായിട്ട് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുനീർ അഹമ്മദ് ഖാദിം സാഹിബ്, ബഹുമാനപ്പെട്ട അതാവുൽ മുജീബ് ലോൺ സാഹിബ് നമ്മോടൊപ്പം സംസാരിക്കുന്നതായിരിക്കും. ഞാൻ രണ്ടുപേരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രേക്ഷകരെ, മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം വെറും ഭക്ഷണം കഴിക്കുകയും ഭൗതിക ജീവിതത്തിൽ കഴിച്ചുകൂട്ടുകയും മാത്രമാണോ? ഒരിക്കലുമല്ല. മനുഷ്യർ മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണ്? അള്ളാഹുവിൻ്റെ ദൈവ സായുജ്യം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഗ്രന്ഥം ഇർഫാനെ ഇലാഹിയിൽ വളരെ വേദനയോടുകൂടി വളരെയധികം യുക്തിസഹജമായിക്കൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, മനുഷ്യൻ റബ്ബിനെ തിരിച്ചറിയാതെ കണ്ട് അവന് യഥാർത്ഥ സമാധാനവും യഥാർത്ഥ വിജയവും അവന് മോക്ഷവും ലഭിക്കുക എന്നുള്ളത് സാധ്യമല്ല. ഈ ഗ്രന്ഥം പരിപൂർണമായിട്ട് കർമ്മപരമായിട്ടുള്ള മനുഷ്യന് നേർമാർഗം നൽകുന്നു. എങ്ങനെ നാം നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിൻ്റെ പ്രീതിക്കനുസരിച്ച് നമുക്ക് അതിനെ മാറ്റാവുന്നതാണ്. പ്രേക്ഷകരെ, ഇന്നത്തെ പ്രോഗ്രാമിൽ ഈ ഗ്രന്ഥത്തിലെ ആ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നതായിരിക്കും. നമ്മുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉപകാരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് പറയുന്നതായിരിക്കും. ആദ്യത്തെ ചോദ്യം ബഹുമാന മുനീർ അഹമ്മദ് ഖാദിം സാഹിബിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ലോകത്ത് മനുഷ്യൻ അവന് ലക്ഷ്യം അവന് കരസ്ഥമാക്കണമെങ്കിൽ ആ ലക്ഷ്യം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥ പരിശ്രമം ചെയ്യുക എന്നുള്ളത്, യഥാർത്ഥ രീതിയിൽ പരിശ്രമിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അള്ളാഹു പറയുന്നു, അന്ന ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. വിനീതൻ ആഗ്രഹിക്കുന്നത് ഇതിനെ ഒന്ന് വിശദീകരിച്ചാലും. ഞാൻ പറഞ്ഞ പോലെ ഈ മുക്കമ്മൽ സീരീസിൻ്റെ പരിപൂർണ സീരീസിൻ്റെ വിഷയം ഇർഫാനെ ഇലാഹി എന്നുള്ളതാണ്. ഇതിന് സംബന്ധമായിട്ട് പറഞ്ഞാലും. ജസാക്കുമുല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. താങ്കൾ പറഞ്ഞതുപോലെ സയ്യിദ്ന ഹസ്രത്ത് അഖ്ദസ് ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ്
ഖലീഫത്തുൽ മസീഹ് സാനി അൽ മുസ്ലിഹുൽ മഊദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ ഒരു പ്രസംഗം ഹുസൂർ 16 മാർച്ച് 1919 നിർവഹിച്ച ആ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിൽ ഇർഫാനെ ഹിലായെ സംബന്ധിച്ച്, ദൈവത്തിൻ്റെ തിരിച്ചറിയുന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഹസ്രത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലും അവിടുന്ന് പറയുകയുണ്ടായി. ഇന്ന് അതിനെ സംബന്ധിച്ചാണ് പറയുക ഉദ്ദേശം. താങ്കൾ പറഞ്ഞതുപോലെ എല്ലാ കാര്യത്തിനും അതിന് പരിശ്രമിക്കേണ്ടതാണ്. അത് ഭൗതിക ലക്ഷ്യമായിരുന്നാലും അല്ലെങ്കിൽ ദീനീ ലക്ഷ്യമായിരുന്നാലും. അപ്പോൾ ദൈവസായുജ്യം അത് എങ്ങനെയുള്ള കാര്യമാണെന്നാൽ അതിന് വളരെയധികം പരിശ്രമിക്കേണ്ട ആവശ്യമുണ്ട്. അത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഈ ഗ്രന്ഥത്തിൽ ഇർഫാനെ ഇലാഹിയിൽ പറയുകയുണ്ടായി, എല്ലാ ജോലി ചെയ്യുന്നതിലും ഒരു പരിശ്രമം, കഠിനാധ്വാനം അനിവാര്യമാണ്. അതുപോലെ തന്നെ ആ ഒരു കഠിനാധ്വാനം അത് യഥാർത്ഥ മാർഗത്തിലായിരിക്കണം, യഥാർത്ഥ രീതിയിലായിരിക്കണം. ഹുസൂർ അതിന് ഉദാഹരണം നൽകിയുണ്ടായി. ഒരു വിദ്യാർത്ഥി വെറും ഗ്രന്ഥം വാങ്ങുകയും സ്കൂൾ പോകുന്നതിനും പോകാതെ വെറും ദുആ മാത്രം ചെയ്യുകയാണെങ്കിൽ അവന് അത് ലക്ഷ്യം സാധ്യമാവുന്നതല്ല. അപ്പോൾ തീർച്ചയായിട്ടും ദുആ അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഗ്രന്ഥം വായിക്കുക, പരിശ്രമിക്കുക, ഇതെല്ലാം അത് ആ ലക്ഷ്യം നേടാനുള്ളൊരു മാർഗമാണ്. അപ്പം ഇർഫാനെ ഇലാഹി ദൈവ സായുജ്യം കരസ്ഥമാക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു ശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് വല്ലദീന ജാഹദു ഫിന ലനഹദിയന്നഹും സുബലന. അതായത് ആരാണോ നമ്മെ പ്രാപിക്കാൻ പരിശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നാം അവർക്ക് നേർമാർഗത്തിൻ്റെ വഴികൾ തുറന്നു കൊടുക്കുന്നു. അള്ളാഹു നന്മ ചെയ്യുന്നവരോടൊപ്പമാണ്. പറയുകയുണ്ടായി, നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും, വളരെ കഠിനമായിട്ടുള്ള അധ്വാനം ചെയ്യേണ്ടി വരും. രണ്ടാമത് പറയുകയുണ്ടായി, ആരാണോ ചെയ്യാത്തത്, അങ്ങനെ കഠിനാധ്വാനം ചെയ്യാത്തത്, അള്ളാഹുവിന് അവൻ്റെ ആവശ്യമില്ല. പറയുകയുണ്ടായി വല്ലതി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുകയുണ്ടായി, വമൻ ജാഹദ ഫഇന്നം യുജാഹിദു ലിനഫ്സിഹി. ആരാണോ അള്ളാഹുവിനെ കരഗതമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്, കഠിനാധ്വാനം ചെയ്യുന്നത്, അവനക്ക് വേണ്ടിയിട്ടാണ് അവൻ ചെയ്യുന്നത്. ഇന്നല്ലാഹു അല്ല ഗനിയുൻ അൽ ആലമീൻ. അള്ളാഹുവിൻ്റെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് മുസ്ലിം അല്ലാഹു തആല അൻഹു തൻ്റെ ഗ്രന്ഥത്തിൽ ഇത് സംബന്ധമായിട്ട് ആ ഒരു ആമുഖം നൽകിയിരിക്കുന്നത്, അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം അതിൻ്റെ മാർഗങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അതും ഞാൻ പറയുന്നതാണ്. ഹുസൂർ പറയുന്നു, മുസ്ലിം അല്ലാഹു തആല അൻഹു ദൈവസായുജ്യം അതിൻ്റെ യാഥാർത്ഥ്യം വാക്കുകൾ പറഞ്ഞു തീർക്കുക സാധ്യമല്ല. അങ്ങനെ സാധ്യമായിരുന്നെങ്കിൽ എല്ലാ വ്യക്തികളും അതെല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ സാധ്യമാകുന്നതായിരിക്കുന്നു. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാമായിരുന്നു, എല്ലാവരും അത് മനസ്സിലാക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. റസൂലേ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ മറ്റൊരു മനുഷ്യരോട് സ്നേഹമുണ്ടായിരുന്നില്ല. പക്ഷേ അവിടുന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ലഅല്ലക ബാഖിയും നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ. അതായത് നീ, ഈ ആയത്ത് ഞാൻ വായിച്ചിട്ടുള്ള ആയത്ത് ഷൂറയിലെ 14-ാമത്തെ ആയത്താണ്. നീ നിൻ്റെ ജീവനെ നീ നശിപ്പിച്ചു കളയുമോ ഇവർ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ? ഇതാണ് ഇതിൻ്റെ തർജ്ജമ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് എത്രത്തോളം സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി, അള്ളാഹു പറയുകയുണ്ട് അദ്ദേഹത്തെ പറ്റി, നീ അവർക്ക് വേണ്ടിയിട്ട് നിൻ്റെ ജീവിതത്തെ നീ നശിപ്പിച്ചു കളയുമോ, അവർ ദൈവസായുജ്യം കരസ്ഥമാക്കുന്നില്ല എന്ന് നീ ചിന്തിച്ചുകൊണ്ട്. അപ്പം ദൈവസായുജ്യം എന്നുള്ളത് വാക്കുകളാൽ അതിന് പ്രകടിപ്പിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ മനസ്സിലാകുന്നത് എന്താണ്? ദൈവസായുജ്യം ഇർഫാനെ ഇലാഹി അത് വാക്കുകളാൽ പ്രകടമാക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല. ഇതിൻ്റെ ബന്ധം ഹൃദയമായിട്ടാണ്. പറയുകയുണ്ടായി, ഹുസൂറിൻ്റെ ആ ലെക്ചറിൽ നിന്നാണ് ഞാനിത് വായിച്ച് കേൾപ്പിച്ചത്. അൻവാറുൽ ഉലൂമിൽ നിന്നാണ്.
പേജ് നമ്പർ 354-55. ഹദറത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തുടർന്ന് പറയുന്നു, ഇർഫാന ഇലാഹിൻ്റെ അർത്ഥമെന്നുള്ളത് ആ അസ്തിത്വത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ആ അസ്തിത്വത്തെ അതിന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇർഫാന ഇലാഹി. അത് എന്തൊക്കെയാണ് അതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് ഹുസൂർ തിരുമനസ് വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാൻ അതിന് ചുരുക്കമായിട്ട് അതിനെ പറയുന്നതാണ്. ആദ്യത്തെ കാര്യം പറയുകയുണ്ടായി, ഇർഫാന ഇലാഹി ആ സമയത്താണ് ലഭിക്കുക. അള്ളാഹുമായിട്ടുള്ള സാമ്യത അത് കരസ്ഥമാക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ അത് തൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അള്ളാഹു റബ്ബുൽ ആലമീനാണ്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു മാലിക് യൗമിദ്ദീനാണ്. അപ്പം മനുഷ്യനും അവൻ്റെ വൃത്തത്തിനുള്ളിൽ ആ ഒരു ഗുണങ്ങൾ അവൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതാണ്. മുഴു ലോക പരിപാലകൻ എന്നുള്ള ഈ ഒരു സിഫത്ത് മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിൽ റബ്ബുൽ ആലമീൻ എന്നുള്ള ഒരു വിശ്വാസം അള്ളാഹുവിനെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. ചില മതങ്ങളിൽ ജനങ്ങൾ അത് പലതരത്തിലാണ്, ഇവൻ ചെറിയ ഗണത്തിൽപ്പെട്ടതാണ്, ഈ കൂട്ടർ വലിയ ഗണത്തിലാണെന്നെല്ലാം ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചിന്താഗതികളുണ്ട് പല സമൂഹങ്ങളിലും. പക്ഷേ വിശുദ്ധ ഖുർആൻ അതിനെ പറയുകയുണ്ടായി, അതിൽ അള്ളാഹു റബ്ബുൽ ആലമീനാണ്. അപ്പം ഒരു മുസ്ലിം അള്ളാഹുവിൻ്റെ സായുജ്യം അപ്പോഴാണ് അവന് കരസ്ഥമാക്കാൻ സാധ്യമാവുക. അവൻ ഒരു രീതിയിൽ റബ്ബുൽ ആലമീൻ ആവണം. അവന് മുഴു ലോകത്തിനും വേണ്ടിയിട്ട് അവൻ പരിപാലകനാവണം. അതായത് അവന് ആർക്കും ഞാൻ ഒരു തടസ്സവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല എന്നുള്ള രീതിയിലായിരിക്കണം അവൻ്റെ പ്രവർത്തനം. എല്ലാവർക്കും അത് ഒരു മതം നോക്കാതെ, ഒരു സമൂഹം നോക്കാതെ അവർക്ക് എല്ലാവർക്കും ഉപകാരം എത്തിക്കണം. അപ്പോൾ ഒരു മുഅ്മിൻ അള്ളാഹുവിൻ്റെ സായുജ്യം അത് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ന് അനിവാര്യമായ കാര്യമാണ്. അവൻ ആ ഒരു കാരുണ്യത്തിൻ്റെ സിഫത്ത് ചോദിക്കാതെ തന്നെ നൽകുന്നവനാണ് അള്ളാഹു. അപ്പോൾ മനുഷ്യനും ഭൗതിക കാര്യങ്ങളിൽ ചോദിക്കാതെ തന്നെ അവൻ നൽകേണ്ടതാണ് ആവശ്യക്കാർക്ക്. അള്ളാഹു റഹീമാണ്. മുഴു ലോകത്തുള്ള ജനങ്ങൾക്കും നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് അള്ളാഹു പറയുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഒരു മുഅ്മിൻ്റെ അവൻ്റെ ചുറ്റുപാടിൽ ആരെങ്കിലും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതമായിട്ടുള്ള പ്രതിഫലം നൽകേണ്ടതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അതായത് നിങ്ങളുടെ ജോലി എടുക്കുന്നവർക്ക് അവരുടെ വിയർപ്പ് പറ്റുന്നതിന് മുന്നേ അതിനുള്ള പ്രതിഫലം നൽകുക എന്നുള്ളത്. അപ്പം ഈ ഗുണനാമങ്ങൾ അള്ളാഹുവിൻ്റെ അത് മനുഷ്യൻ അതിനെ മനസ്സിലാക്കുകയും അതിനുശേഷം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും പിന്നെ അതിൻ്റെ ജീവിതത്തിൽ അതിനെ പകർത്തുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ ആ ഒരു ഇർഫാൻ, അള്ളാഹുവിനെ തിരിച്ചറിയാൻ അവന് സാധ്യമാവുകയാണ്. ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല പറയുന്നു, രണ്ടാമത് നന്മ ചെയ്യുകയും തിന്മ ഉപേക്ഷിക്കുകയും ചെയ്യുകയാണ്. ദൈവസായുജ്യം കരസ്ഥമാക്കാനുള്ള ഒരു മാർഗം ഇതാണ്. പറയുന്നു, തിന്മ സംഭവിക്കുകയാണെങ്കിൽ ആ തിന്മയിൽ നിന്ന് തൗബ ചെയ്യുക, പശ്ചാത്തപിക്കുക. വളരെ വിശദീകരിച്ചിട്ട് തൗബ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അവിടുന്ന് പറയുകയുണ്ടായി ഗ്രന്ഥത്തിൽ. പറയുന്നു, അതിനുശേഷം തിന്മയെ ഉപേക്ഷിക്കുകയും നന്മ കരസ്ഥമാക്കുകയും ചെയ്യുമ്പോൾ, തൗബ ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ ഒരു കാര്യത്തിനെ മരണം വരെ അവന് അതിനെ നിലനിർത്തേണ്ടതാണ്. ഈ ഒരു കാര്യത്തിന് ഇതൊരു എളുപ്പമായ കാര്യമല്ല. അള്ളാഹു പറയുന്നു, ഫഅബ്ദു റബ്ബക ഹത്ത യഅതിയകുമുൽ യഖീൻ. ഏതുവരെ മരണം വരുന്നല്ലയോ അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടേയിരിക്കുക. അവിടുന്ന് പറയുകയുണ്ടായ ഒരു മാർഗം ഇതാണ്, സദ്വൃത്തരുടെ സഹവാസം നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, കൂനു മഅസ്സാദിഖീൻ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. അല്ലേ വിശ്വാസികളെ, നിങ്ങൾ സദ്വൃത്തരുടെ സഹവാസം സ്വീകരിക്കുക, അവരോടൊപ്പം നിൽക്കുക. നമ്മുടെ ജമാഅത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നതാണ്, ഖലീഫത്തുൽ മസീഹിൻ്റെ സഹവാസം നിങ്ങൾ സ്വീകരിക്കുക. ഖലീഫത്തുൽ മസീഹിൻ്റെ സഹവാസം എങ്ങനെയാണ് സ്വീകരിക്കുക? ഹുദൂർ തിരുമേനി വീണ്ടും പറയുന്നു,
ഖലീഫത്തുൽ മസീൻ്റെ ഖുതുബകൾ, പ്രസംഗങ്ങൾ, നിർദ്ദേശങ്ങൾ, അത് സ്ഥിരമായിട്ട് നാം അതിന് കേൾക്കുകയാണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ അത് ആ സഹവാസം, സദ്ദത്തിൻ്റെ സഹവാസം സ്വീകരിക്കുക എന്നുള്ള ഒരു ഗണത്തിലാണിത് പെടുന്നത്. മുസ്ലിം മതത്തിൽ തന്നെ പറയുന്നു, ഒരു മാർഗ്ഗം ഇതാണ്, ഏതെങ്കിലും തെറ്റ് കാണിച്ചു തരികയാണെങ്കിൽ അത് കേട്ടുകൊണ്ട് അതിനെ സ്വീകരിക്കണം, അഹങ്കാരം പ്രകടിപ്പിക്കാൻ പാടില്ല. അള്ളാഹു ശുദ്ധ ഖുർആനിൽ അങ്ങനെയുള്ള ജനങ്ങളെ പറ്റി പറയുന്നു, വൈദാ ഖീല ലഹും മുത്തഖില്ലാഹ അഖദതുമുൽ ഇസ്സത്തു ബിൽ ഇസ്മി വൽ ഹസ്ബു ജഹന്നം ഫബിഅസൽ മിഹാദ്. അവർക്ക് പറയപ്പെടുമ്പോൾ, അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയപ്പെടുമ്പോൾ, നന്മ ചെയ്യുക എന്ന് പറയപ്പെടുമ്പോൾ, അഖദതുൽ ഇസ്സ, അഹങ്കാരം അവന് വന്നു ഭവിക്കുന്നു തിന്മയോടൊപ്പം, പിന്നെ അവൻ നരകത്തിൽ അവൻ പതിക്കുന്നു എന്ന്. ഇത് വളരെയധികം മോശമായ സങ്കേതമാണ് പറയുന്നു. അതിന് ഹുസൂർ പറയുന്നു, പ്രതീക്ഷ കൈവിടരുത്. അത് വളരെ കഷ്ടപ്പെട്ട മാർഗമാണ്, ബുദ്ധിമുട്ടുള്ള മാർഗമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. അതുപോലെ തന്നെ പറയുന്നു, ദുആയിൽ സ്ഥിരത കൈവരിക്കുക. ഹുസൂർ തിരുമനസി നൽകിയിട്ട് ലെക്ചർ വിശദീകരിച്ചു കൊണ്ട് ഹുസൂർ തിരുമനസി പറയുകയുണ്ടായി, ഞാൻ വെറും ഓരോരോ വാക്കുകൾ മാത്രമാണ് വായിക്കുന്നത്. ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഒരു ഉദ്ധരണി ഞാൻ അവസാനം വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഹുസൂർ തിരുമനസി മസീഹ് മൗഊദ് അലൈഹി സ്വലാം ബറാഹിന അഹമ്മദിയ 5-ാം ഭാഗത്തിൽ പറയുന്നു, ആരാണോ അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ രീതിയിൽ അവർ തീർച്ചയായിട്ടും അറിയുന്നു, അള്ളാഹുവിൻ്റെ മാരിഫത്ത് അള്ളാഹുവിലൂടെ തന്നെയാണ് കരസ്ഥമാക്കാൻ സാധ്യമാകുക. അള്ളാഹുവിനെ അള്ളാഹുവിലൂടെ തന്നെയാണ് തിരിച്ചറിയാൻ സാധിക്കുക. അള്ളാഹു സ്വന്തത്തെ സ്വന്തം പ്രകടമാക്കുന്നു. മനുഷ്യനൊരിക്കലും കഴിവില്ല അവനെ തിരിച്ചറിയുക എന്നുള്ളത്. തിന്മ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ സ്വന്തം അവൻ്റെ കഴിവിൽ അള്ളാഹുവിനെ കരസ്ഥമാക്കുക സാധ്യമല്ല. ഒരിക്കലും ഒരു വിധത്തിലുള്ള മറ്റുള്ളവരുടെ കർമ്മം അവന് ഉപകാരപ്പെടുകയില്ല. പരിപൂർണമായിട്ടുള്ള സ്നേഹം, പരിപൂർണമായിട്ടുള്ള ഭയം അള്ളാഹുവിന് വേണ്ടിയിട്ട് അവൻ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. പരിപൂർണമായിട്ടുള്ള സ്നേഹവും ഭയവും എങ്ങനെയാണ്? അത് തിന്മയിൽ നിന്ന് അവനെ തടയുന്നു. സ്നേഹവും അതുപോലെ തന്നെ ഭയത്തിൻ്റെയും തീ കത്തുമ്പോൾ തിന്മയുടെ എല്ലാ മാലിന്യങ്ങളെയും അതിനെ കത്തിച്ച് കളയുന്നു. ഈ ഒരിക്കലും ഈ ഒരു സ്നേഹവും അതുപോലെ തന്നെ മാലിന്യവും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയില്ല. അങ്ങനെ അവന് പരിപൂർണമായിട്ടുള്ള മാരിഫത്ത് അവന് ലഭിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവന് മൗജിസകളും അതുപോലെ തന്നെ ജീവനുള്ള ബർക്കത്തുകളും നൽകപ്പെടാതെ അവന് ആ ഒരു ദൈവസാഹചര്യം ലഭിക്കാൻ സാധ്യമല്ല. ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പരിപൂർണ്ണ ദീനിൽ മാത്രമാണ് ഇതുള്ളത്. നമുക്കത് ലഭിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഒരു ടെലിഫോൺ കോളർ ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് സമീൻ അഹമ്മദ് സാഹിബ് ഇപ്പോൾ ടെലിഫോണിൽ ഉണ്ട്. അദ്ദേഹത്തെ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും മുക്കറം സമീൻ അഹമ്മദ് സാഹിബ്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൗലവി രാഹെ ഹുദ പ്രോഗ്രാം മുഖേന സയ്യിദന ഹുസൂർ അൻവർ അല്ലാഹു തആല ബിൻ അസ്ൽ അസീസിൻ്റെ സമക്ഷത്തിൽ എല്ലാ പ്രേക്ഷകരുടെ സമക്ഷത്തിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ ചോദ്യം ഇതാണ്: ഒരു വിശ്വാസി തൻ്റെ നിത്യജീവിതത്തിൽ ഇർഫാനെ ഇലാഹി എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ സാധിക്കുക? ദിവ്യജ്ഞാനം എങ്ങനെ വർദ്ധിപ്പിക്കും? ഇത് സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ അധ്യാപനം എന്താണ്? അതിനെ സംബന്ധിച്ച് വെളിച്ചം വീശാൻ അപേക്ഷിക്കുന്നു. ജസാക്കുമുല്ലാഹ്. ഞാൻ മോഹത്തറം തമിഴ് സ്വാമികളെ അപേക്ഷിക്കുന്നു മറുപടി പറയാൻ വേണ്ടി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ചോദ്യം ഇത് 4 എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സമീൻ സാഹിബ് ചോദിച്ച ചോദ്യം ഈ കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ ഇർഫാനുമായി ബന്ധപ്പെട്ട് നമ്മൾ വിവരിച്ച് സമീൻ സാഹിബ് ചോദിക്കുന്നത് ഇസ്ലാമിക താലീം അനുസരിച്ച് ചോദിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെല്ലാം തന്നെ എന്തൊക്കെയുണ്ടോ അതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്, അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഇർഫാൻ ഇലാഹിയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നൽകിയ മാർഗദർശനങ്ങളെല്ലാം തന്നെ
അതിൻ്റെ യഥാർത്ഥ ഫലം എന്ന് പറയുന്നത് ദിവ്യജ്ഞാനം സ്വായത്തമാക്കലാണ്. അള്ളാഹുവിൻ്റെ സത്യത്തെക്കുറിച്ചുള്ള ആ ഒരു ജ്ഞാനം സ്വാക്ഷമാക്കലാണ്. അള്ളാഹു നമസ്കാരം നിർബന്ധമാക്കി, സക്കാത്ത് നിർബന്ധമാക്കി, ഹജ്ജ് നിർബന്ധമാക്കി, ഇതൊക്കെ നമുക്ക് കലിമത്തൊലിപ്പോൾ ചൊല്ലുന്നു. എന്നാൽ ഈ ഇസ്ലാമിക കാര്യങ്ങൾ അത് ഫർളാക്കാനുള്ള ലക്ഷ്യം തന്നെ അള്ളാഹുവിനെ പ്രാപിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഇർഫാൻ, അള്ളാഹിനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ ആരാധനകളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ മുനീർ ഖാദിം സാഹിബ് അദ്ദേഹം അത് പറയുകയുണ്ടായ വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട്, വല്ലദീന ജാഹദു ഫീനാ ലനഹദിയന്നഹും സുബുലന. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ ജ്ഞാനം പ്രാപിക്കാനുള്ള മാർഗത്തിൽ വിജയിക്കുന്നത് അത് ആ മാർഗത്തിൽ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുന്നവർക്കാണ്. ഇത് അള്ളാഹു എങ്ങനെയുള്ള ഇർഫാനാണ് എന്ന് വെച്ചാൽ, ഇതെങ്ങനെയുള്ള പ്രവൃത്തിയാണെന്ന് വെച്ചാൽ അതിന് അറ്റം തന്നെയില്ല. ഇതൊരു പരീക്ഷയുടെ തയ്യാറെടുപ്പ് നടത്തി റിസൾട്ട് വന്നു, അത് തീർന്നുകൊണ്ട് അതും. എന്നാൽ അള്ളാഹുവിൻ്റെ ജ്ഞാനമെന്ന് പറയുന്നത് ഒരു പരിധിയില്ലാത്ത ഒരു സംഗതിയാണ്. അതിനുവേണ്ടി നിരന്തരമായ പരിശ്രമത്തിൻ്റെ ആവശ്യമാണുള്ളത്. അള്ളാഹു നമുക്ക് നൽകിയ കൽപ്പനകൾ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യമാണ്. ഏറ്റവും മഹത്തായ സംഗതി എന്ന് പറയാം മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറഞ്ഞിട്ടുള്ളത്, വീണ്ടും ആവർത്തിച്ച് നൽകിയിട്ടുള്ളത്. അത് ദുആയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുകയുണ്ടായി, മാ യബൗ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. അള്ളാഹു നിങ്ങളെ ഗൗനിക്കുകയില്ല നിങ്ങളുടെ ദുആകളില്ലായിരുന്നെങ്കിൽ, നിങ്ങളുടെ വിളിയുള്ളായിരുന്നെങ്കിൽ, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള. എന്നാൽ ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ ദുആയാണ്. അതിലൂടെയാണ് നമുക്ക് അള്ളാഹുവിനെ പ്രാപിക്കാൻ സാധിക്കുക. അള്ളാഹുവിൻ്റെ ഇർഫാനും ആ ജ്ഞാനവും അതും നിത്യവും നമുക്ക് പ്രാപിക്കാൻ സാധിക്കാതാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളുടെ ഒരു ചുരുക്കമാണത്. എന്നാൽ അവസാനമായി അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു വാക്കിലൂടെ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നാം എല്ലാ ഇസ്ലാമിക അധ്യാപനങ്ങളെയും അതിൻ്റെ ചുരുക്കം നമ്മൾ വിവരിക്കാൻ അത് ആ ഫിക്ര എന്ന് പറയുന്നത്, ആ വാക്യം എന്ന് പറയുന്നത്, അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചുരുക്കി പറഞ്ഞത് അതിതാണ്. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ ഓരോ പകലും അത് സാക്ഷ്യം വഹിക്കട്ടെ, നിങ്ങൾ തഖ്വയോട് കൂടിയിട്ടാണ് നിങ്ങൾ രാത്രി കഴിച്ചു കൂട്ടിയതെന്ന്. നിങ്ങളുടെ ഓരോ സായാഹ്നവും അത് സാക്ഷ്യം നൽകട്ടെ, നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ അത് കഴിച്ചു കൂട്ടിയതെന്ന്. ഇത് നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ, നമ്മുടെ ദിവസത്തിലെ ഓരോ നിമിഷവും അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ടാണ് കഴിച്ചു കൂട്ടുന്നത്. നമ്മുടെ രാത്രിയുടെ എല്ലാ നിമിഷവും അള്ളാഹുവിൻ്റെ തഖ്വയിലൂടെ കഴിഞ്ഞു കൂടുന്നതെങ്കിൽ, ഇതാണ് അള്ളാഹുവിനുള്ള സ്നേഹത്തിൽ, അള്ളാഹുവിനുള്ള ജ്ഞാനത്തിലും, അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിലും അത് വർദ്ധിപ്പിച്ചു കൊണ്ടേ പോകുന്നത്. അതിൻ്റെ ഫലമായി അള്ളാഹുവിൻ്റെ ആ കണ്ടുമുട്ടാനുള്ള, അവനെ പ്രാപിക്കാനുള്ള അവസരം ലഭിക്കുന്നു. അങ്ങനെ അള്ളാഹുവുമായുള്ള ബന്ധം അത് ദൃഢമായി ഭവിക്കുകയും അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നതാണ്. ജസാക്കുമുള്ള പരിപാടിയെ മുന്നോട്ട് നയിച്ചുകൊണ്ട് എൻ്റെ അടുത്ത ചോദ്യം, മുജീബ് ലോൺ സാഹിബിനോട് എൻ്റെ അടുത്ത ചോദ്യം, ഇർഫാനെ ഇലാഹി പ്രാപിക്കുന്നത് അത് കൽബുമായി ബന്ധപ്പെട്ടതാണ്, നാവുമായിട്ടല്ല. ഇതിൻ്റെ വിശദീകരണം നൽകാൻ ആഗ്രഹിക്കുന്നു. ജസാക്കുമുള്ള. ഒരു ഹദീസ് ഖുദ്സിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുന്തു കൻസൻ മഖ്ഫിയൻ ഫറഖ്തു അൻ ഉറഫ ഫഖലഖ്തു ആദമ. ഈ ഹദീസ് ഖുദ്സിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറയുന്നു, ഞാൻ നിഗൂഢമായ ഒരു ഖജനാവായിരുന്നു, ഞാനത് അറത്തു അൻ ആറഫ, ഞാൻ തിരിച്ചറിയപ്പെടാൻ ആഗ്രഹിച്ചു. എൻ്റെ ഇർഫാൻ, അതായത് ഇർഫാനിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ഇതിനെ സംബന്ധിച്ചാണ് ഇതിൽ പറയുന്നത്. ജനങ്ങൾക്ക് എൻ്റെ ഇർഫാൻ ലഭിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചു. ഇതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അവനെ അള്ളാഹുവിന് ലഭിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് തിരിച്ചറിവ് ലഭിക്കുക എന്നുള്ളതാണ്, ഇർഫാൻ ലഭിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ഈ ജ്ഞാനം ലഭിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹു മനുഷ്യനെ ലഭിക്കുക എന്നുള്ളതാണ്, ആ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഒരു അടിസ്ഥാന സംഗതിയാണ്. ഇതിനെ സംബന്ധിച്ചാണ് അതിൽ മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഈ വളരെ പ്രശസ്തമായ ഈ ലെക്ചർ നിങ്ങൾ ചോദിച്ചതുപോലെ ഇർഫാനെ ഇലാഹി എങ്ങനെയാണ് മനസ്സിലാക്കുക,
ഇത് സംബന്ധിച്ച് അതിൽ മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു, അതിന് വെളിച്ചം വീശുന്നു. അള്ളാഹു ഒരു ഭൗതിക വസ്തുവല്ല, അവന് ബാഹ്യമായൊരു വസ്തുവല്ല. അവൻ്റെ ഇർഫാൻ എന്ന് പറയുന്നത് അത് ഭൗതികമോ ബാഹ്യവുമായൊരു വസ്തുവല്ല. അതുകൊണ്ട് വാക്കുകളിൽ കൂടി നമുക്ക് വിവരിക്കാൻ സാധിക്കുന്നില്ല. മൗലാന സാഹിബ് അതിൽ ഈ ചോദ്യം ബന്ധപ്പെട്ട ഒരു ഉദ്ധരണി പറയുകയുണ്ടായി. അതായത് അള്ളാഹു ഒരു ഭൗതിക വസ്തുവല്ല, ഒരു ബാഹ്യമായ വസ്തുവല്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ഇർഫാനെ അത് വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. അതിൻ്റെ രൂപമോ അതിൻ്റെ പ്രകൃതിയോ അതെങ്ങനെയാണെന്ന് പറയാനില്ല. അതിൻ്റെ ഫലമായി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വസ്തുവല്ല ഒരു ഭൗതിക. വാക്കുകളിൽ നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ സ്വഭാവത്തെ നമുക്ക് വിവരിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ ഇർഫാൻ വാസ്തവത്തിൽ അതൊരു അവസ്ഥയാണ്. അള്ളാഹുവിൻ്റെ ഇർഫാൻ വാസ്തവത്തിൽ ഒരു അനുഭവമാണ്. അത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് ലഭിക്കില്ല. അത് നമ്മുടെ ഹൃദയത്തിനാണത് പ്രാപ്യമാവുക. അതുകൊണ്ടാണ് അത് മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വാക്കുകളിൽ അള്ളാഹുവിൻ്റെ ഇർഫാൻ നമുക്ക് വിവരിക്കാൻ സാധ്യമല്ല. എന്നാൽ എത്ര പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുണ്ടോ അവരിൽ ആരും തന്നെ അള്ളാഹുവിൻ്റെ ഇർഫാനെ സംബന്ധിച്ച് വാക്കുകളിൽ വിവരിച്ചിട്ടില്ല. ഹസ്രത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെക്കുറിച്ച് പറയുകയുണ്ടായി. മൗലാന മുനീർ സാഹിബ് വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് വിവരിക്കുകയുണ്ടായി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നിയോഗത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ അതിൽ ജനങ്ങൾക്ക് അള്ളാഹുവിനെ ലഭിക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിലേക്ക് വരിക എന്നുള്ളതാണ്. അവർ മാർഗഭ്രംശം സംഭവിച്ചിരുന്നു. അവർ അള്ളാഹുവിനെ തിരിച്ചറിയുക എന്നുള്ളതായിരുന്നു. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഇർഫാനും അതിനുള്ള ജ്ഞാനം കരസ്ഥമാക്കുക. ഇതാണ് എല്ലാ പ്രവാചകന്മാരുടെ നിയോഗ ലക്ഷ്യം. തിരുമേനിയുടെ നിയോഗ ലക്ഷ്യം അത് തന്നെയായിരുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയെ സംബന്ധിച്ച് പറയുന്നു, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ. ഈ മിഷനും വേണ്ടി, ഈ ലക്ഷ്യത്തിനും വേണ്ടി എത്ര വേദനയാണ് അവിടത്തേക്ക് ഉണ്ടായിരുന്ന വെച്ചാൽ ആളുകൾ അള്ളാഹുവിനെ തിരിച്ചറിയണം, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വരണം എന്നുള്ളത്. അവർ വിഗ്രഹ ആരാധനയെ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ തിരിച്ചറിയണമെന്ന്, അവനെ ആരാധിക്കണമെന്ന് ആഗ്രഹമായിരുന്നു. ഈ ദുഃഖത്തിൽ അവിടുന്ന് എപ്പോഴും പരിമളിച്ചുകൊണ്ടിരുന്നു. ഇത് സാധ്യമായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ തിരിച്ചറിവ് അത് വാക്കുകൾ കൂടി പ്രകടമാക്കാൻ സാധിക്കുമെങ്കിൽ റസൂലുള്ളാഹി അങ്ങനെ ചെയ്യുമായിരുന്നു. ഇതാണ് അള്ളാഹുവിൻ്റെ രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുമായിരുന്നു. ഇത്ര വേദന ഉണ്ടായിട്ടും മാനവകുലം അള്ളാഹുവിനെ പ്രാപിക്കാനും വിശ്വസിക്കാനും വേണ്ടി ഇർഫാൻ ഇലാഹിയെ സംബന്ധിച്ച് വാക്കുകളിൽ അവിടുന്ന് പ്രകടിപ്പിച്ചില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇർഫാൻ ഇലാഹിയുടെ ബന്ധം അത് വാക്കുകളുമായി ബന്ധപ്പെട്ടതിൽ മറിച്ച് ഞാൻ പറഞ്ഞത് അതൊരു അനുഭവമാണ്. അത് ഹൃദയത്തിലാണ് അത് വന്ന് പതിയുന്നത്. ആ അവസ്ഥ അത് ഹൃദയമാണ് അത് അനുഭവിക്കുന്നത്. അത് മുസ്ലിം റളിയല്ലാഹു അൻഹു ഇത് സംബന്ധിച്ച് മധുരത്തിൻ്റെ ഉദാഹരണം നൽകി. ഒരു മധുരം അതിനെ സംബന്ധിച്ച് അത് വാക്കുകളിൽ അതിന് പറയാൻ പറ്റും. മധുരം ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഈ രീതിയിലാണ് അത് ഉണ്ടാക്കപ്പെടുന്നത്, നിർമ്മിക്കപ്പെടുന്നത്. എന്നാൽ ആ മധുരത്തിൻ്റെ രുചി അത് വാക്കുകളിൽ കൂടി നമുക്ക് പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. ഏതുവരെ മനുഷ്യൻ ആ മധുരത്തെ നുകരുന്നില്ലയോ, ആ നാവിൽ വെക്കുന്നില്ലയോ, അവന് ആ മധുരത്തിൻ്റെ അനുഭവം ലഭ്യമാവുന്നതല്ല, ആ അനുഭവത്തിലൂടെ അവന് പോകുന്നതല്ല. അതുകൊണ്ട് ഇർഫാൻ ഇലാഹി എന്ന അവസ്ഥയും ഈ അവസ്ഥയും ബന്ധപ്പെട്ടതാണ്. ഇത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. അതിനുവേണ്ടി മാർഗ്ഗങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ മാർഗ്ഗങ്ങൾ പറയപ്പെടുകയുണ്ടായി. അത് മുസ്ലിം റളിയല്ലാഹു അൻഹു അത് വിവരിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥത്തിൽ. മാർഗ്ഗങ്ങൾ പറയാൻ പറ്റും, അത് എങ്ങനെ ലഭ്യമാകുമെന്ന്. എന്നാൽ ഇർഫാൻ ഇലാഹി എന്താണ് അത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. അത് അനുഭവിക്കുന്ന ഹൃദയമാണ്. അത് ഹൃദയമാണ് അതിനെ മനസ്സിലാക്കുന്നത്. ഇതാണ് ഖുറാനിൽ നിന്നും ഹദീസ് നമുക്ക് മനസ്സിലാകുന്ന അള്ളാഹുവിൻ്റെ ഖുറാൻ്റെ ആയത്തുണ്ട്. അള്ളാഹു പറയുന്ന ഖുറാൻ ഇന്ന ഫീ ദാലിക ലസിക്റ ലിമൻ കാന ലഹു ഖൽബുൻ. ഇതിൽ ഉപദേശമുണ്ട് ഏതൊരാൾക്ക്, ഹൃദയമുള്ളവർക്ക്. ഹൃദയം എല്ലാവർക്കും ഉണ്ടല്ലോ. ഹൃദയമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല. ഇതിൽ അള്ളാഹു പറഞ്ഞത് ഇതിൽ ഉപദേശമുണ്ട് ഹൃദയമുള്ളവർക്ക്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിലൂടെയാണ് മാത്രമാണ് അള്ളാഹുവിൻ്റെ സത്യയെ സംബന്ധിച്ചുള്ള ആ തിരിച്ചറിവ് കരസ്ഥമാക്കുന്നത്. അള്ളാഹുവിൻ്റെ അസ്തിത്വം സംബന്ധിച്ചുള്ള അനുഭവം ലഭ്യമാകുന്നതിലൂടെയാണ്. അവൻ്റെ ഇർഫാൻ്റെ അവസ്ഥ മനുഷ്യൻ കണ്ടുമുട്ടുന്നത് ഇതിലൂടെയാണ്. മറ്റൊരായത്തിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്നഹ ലാ തഅമൽ അബ്സാറു വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ്സുലൂബ്. അതായത് ദൃഷ്ടികൾ അന്ധമല്ല, എന്നാൽ ഹൃദയം അന്ധമാകുന്നു. നെഞ്ചിലുള്ള ലഞ്ചങ്ങളില്ല ഹൃദയം. അവിടെ കണ്ണുകളില്ലാത്തവർ, ദൃഷ്ടി ശക്തമല്ലാത്തവർ,
കണ്ണിൽ പ്രകാശമില്ലാൽ അവർ മാത്രമല്ല അന്ധൻ എന്ന് പറയുന്നത്. എന്നാൽ അവരല്ല അന്ധൻ എന്ന് പറയുന്നത്. അന്ധർ എന്ന് പറയുന്നത് ഏതൊരാളുടെ ഹൃദയം അന്ധമാണോ, അതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഖുലൂബ് എന്ന് പറയുന്നത്, ഖൽബ് എന്ന് പറയുന്നത്, ഹൃദയം എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ ദർശിക്കുന്ന സാധനമാണ്, വസ്തുവാണ്. ഹൃദയം അള്ളാഹുവിനെ കാണുമ്പോൾ ഏത് ഹൃദയമാണോ അള്ളാഹുവിനെ കണ്ടത് അവനാണ് കാഴ്ചയുള്ളവൻ, അതിനാണ് ബസീറത്തുള്ളവൻ, അവനാണ് ഉൾക്കാഴ്ചയുള്ളവൻ എന്ന് പറയുന്നത്. എന്നാൽ ഏത് ഹൃദയമാണോ അള്ളാഹുവിനെ കാണാത്തത്, ഏതൊരു ഹൃദയത്തിനാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഇർഫാൻ ഇല്ലാത്തത്, അത് അന്ധമാണ്. ഈ കാര്യമാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു ഹദീസിൽ പറയുകയുണ്ടായി, ഇന്നല്ലാഹ ലാ യൻസുറു ഇലാ സുവരിക്കും വലാ അംവാലിക്കും വലാകിൻ യൻസുറു ഇലാ ഖുലൂബിക്കും വ അമാലിക്കും. അള്ളാഹു നിങ്ങളുടെ രൂപത്തെയോ അല്ല നോക്കുന്നത്, നിങ്ങളുടെ സമ്പത്തുകളിലേക്കല്ല നോക്കുന്നത്, നിങ്ങളുടെ സ്വത്തുക്കളിലേക്കാണ് നോക്കുന്നത്, മറിച്ച് അവൻ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്, നിങ്ങളുടെ കർമ്മങ്ങളിലേക്കാണ് നോക്കുന്നത്. ബാഹ്യത്തേക്ക് അള്ളാഹുവിന് യാതൊരു പ്രാധാന്യമില്ല. അള്ളാഹു എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? അത് ഹൃദയത്തിനാണ്. ആ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ പ്രകാശമുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ ഇർഫാൻ ആ ഹൃദയത്തിലുണ്ടെങ്കിൽ, അവൻ്റെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ ഇർഫാൻ ഇല്ലെങ്കിൽ, അള്ളാഹിനെക്കുറിച്ചുള്ള ജ്ഞാനമില്ലെങ്കിൽ, ഞാൻ പറഞ്ഞതുപോലെ ഖുർആൻ മജീദ് ആയത്തിൽ നിന്ന് ആ ഹൃദയം അന്ധമാണ്. അവൻ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഹൃദയം അന്ധമാണ്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ദൃഷ്ടി അത് ഹൃദയത്തിലേക്കാണ്, നമ്മുടെ കണ്ണുകളിലേക്കുള്ള നമ്മുടെ കർമ്മങ്ങളിലേക്കല്ല, മറിച്ച് അവൻ്റെ നോട്ടം എപ്പോഴും ഹൃദയങ്ങളിലേക്കാണ്, നമ്മുടെ കർമ്മങ്ങളിലേക്കാണ് അവൻ്റെ നോട്ടം. അതിൻ്റെ ഫലമായിട്ട് അത് ലഭിക്കുന്നത്, പിന്നെ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് ലഭ്യമാക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ അതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്, സമ്മറി എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഇർഫാനെ, ആ ജ്ഞാനം അതിനെ വാക്കുകളിലൂടെ നമുക്ക് പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. അതൊരു അനുഭവമായ ഒരു സംഗതിയാണ്. ഹൃദയത്തിലൂടെയാണ് അള്ളാഹുവിൻ്റെ ഇർഫാൻ്റെ മാർഗ്ഗങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. മൗലാന മുനീർ സാഹിബ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അത് മുസ്ലിം അല്ലാഹു തആല അൻഹുവിൽ പറയുകയുണ്ടായി, നാം അള്ളാഹുവിനെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് അള്ളാഹുവുമായിട്ട് ഒരു സാദൃശ്യമുണ്ടാക്കണം. രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഒരു സാദൃശ്യമില്ലെങ്കിൽ, സാമ്യതയില്ലെങ്കിൽ ഒരു ബന്ധം ഉടലെടുക്കുന്നതല്ല. അള്ളാഹുവിനെ തിരിച്ചറിയണമെങ്കിൽ അള്ളാഹുവുമായിട്ടുള്ള ഒരു സാമ്യത ഉണ്ടാവണം. ആ സാമ്യതം എങ്ങനെ ഉണ്ടാകും? അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നത്, തഖല്ലഖു, അള്ളാഹുവിൻ്റെ അഖ്ലാഖുകൾ, ഗുണങ്ങളെ നിങ്ങൾ സ്വന്തമാക്കുക. അവൻ്റെ ഗുണങ്ങളെ നിങ്ങൾ സ്വായത്തമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുമായിട്ടുള്ള ഒരു സാമ്യത ഉണ്ടാവുന്നതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഇർഫാനുകൾ കരസ്ഥമാകുന്നതാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ലൈസ കമസ്ലിഹി ഷൈഉൻ, അള്ളാഹു പോലെയുള്ള ഒരു വസ്തുവുമില്ല. അവൻ്റെ ഉദാഹരണം ഒന്നിനോട് നമുക്ക് ഉദാഹരിക്കാൻ അള്ളാഹുവിനെ കൊണ്ട് പറ്റില്ല. അവനെ ഏതെങ്കിലും വസ്തു കൊണ്ട് അള്ളാഹുവിനെ ഉദാഹരിക്കാമെങ്കിൽ ആ ഒരു ബാഹ്യമായ ഭൗതിക സത്തയില്ലാത്ത, ബാഹ്യമായ ഒരു സംഗതി ഇല്ലാത്ത അവനെ തിരിച്ചറിയപ്പെടാനുള്ള മാർഗം എന്താണ്? പിന്നെ ആ മാർഗം എന്ന് പറയുന്നത് അവൻ്റെ ഗുണങ്ങൾ, അവൻ്റെ സവിശേഷ ഗുണങ്ങൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള അതിനെ നാം സ്വായത്തമാക്കേണ്ടി വരും. ആ ഗുണങ്ങളെ നമ്മൾ സ്വായത്തമാക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അള്ളാഹുമായൊരു സാമ്യത ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ജ്ഞാനം, അതിടെ ജ്ഞാനം, അവൻ്റെ സത്ത എങ്ങനെയുള്ളവരാണ്, ആ സത്തൻ്റെ ആ യാഥാർത്ഥ്യം അത് നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതിൻ്റെ സൂക്ഷ്മജ്ഞാനം നമുക്ക് ലഭിക്കുന്ന അനന്തരം ആവുമായിട്ടുള്ള ബന്ധം, ഉണ്ടാവേണ്ട ബന്ധം അത് സംജാതമാക്കുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ അത് മുസ്ലിം തആല അൻഹു പറഞ്ഞിട്ടുള്ളത്, ഇർഫാനെ ഇലാഹി, ദൈവിക ജ്ഞാനം, അതിൻ്റെ യാഥാർത്ഥ്യം അത് വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. അത് പ്രകടിപ്പിക്കാമെങ്കിൽ അത് തിരുമേനിക്ക് സാധിക്കുമായിരുന്നുള്ളൂ, അവിടുന്ന് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥയാണത്, അത് ഹൃദയത്തിൻ്റെ അവസ്ഥയാണത്. ഹൃദയമാണ് അള്ളാഹുവിനെ തിരിച്ചറിയുന്നത്, അവനെക്കുറിച്ചുള്ള ജ്ഞാനം കരസ്ഥമാക്കുന്നത്. വാക്കുകളിലൂടെ അത് പ്രകടമാക്കാൻ സാധ്യമല്ല, മറിച്ച് അതിനുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുന്നതായിരിക്കും. അള്ളാഹുവിൻ്റെ ജ്ഞാനം കരസ്ഥമാക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? അത് മുസ്ലിം തആല അൻഹു അത് വളരെ വ്യക്തമായ രീതിയിൽ അത് വിവരിക്കുകയും ചെയ്തു. ജസാക്കുമുല്ലാഹു ഹസൻ ജസാ. അടുത്ത ചോദ്യം ബഹുമാനപ്പെട്ട മൗലാന മുനീർ അഹമ്മദ് ഖാദിം സാഹിബിനോടാണ്. മനുഷ്യൻ തവൻ്റെ ഉള്ളിൽ ദൈവഗുണങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ സാധ്യമാവുക? അതിൻ്റെ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്?
ജസാക്കുമുല്ലാ. മാർഗം ഇതാണ്: ദൈവിക ഗുണങ്ങൾ അതിനെ തൻ്റെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ഏത് ഗുണങ്ങളെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, ആ ഗുണങ്ങളെ അനുകരിക്കുക. അതിനെ അനുകരിക്കാൻ പരിശ്രമിക്കുന്നില്ലെങ്കിൽ അതവന് ലഭിക്കുകയില്ല. അത് മുസ്ലിം അല്ലാഹു തആല പറയുകയുണ്ടായി, അവൻ നോക്കുക, ആ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം അവൻ പഠിക്കുക, അതിൻ്റെ അർത്ഥം എന്താണെന്ന് പഠിക്കുക, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ ഗുണങ്ങളെ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. മുന്നേ ഞാൻ പറഞ്ഞത് തന്നെയാണ്, അള്ളാഹു റബ്ബുൽ ആലമീനാണ്. അതുപോലെ മനുഷ്യനും റബ്ബുൽ ആലമീൻ എന്നുള്ള ലോകപരിപാലകൻ എന്നുള്ള ഒരു ഗുണത്തെ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അള്ളാഹു സൃഷ്ടികളെ അവൻ പടിയെ അതിന് ഉന്നമനം നൽകുന്നു, അതിനെ പരിപാലിക്കുന്നു. അപ്പം മനുഷ്യനും അള്ളാഹു അവന് നൽകിയിട്ടുള്ള സൗകര്യമനുസരിച്ച് അവൻക്ക് പരിപാലകനാവേണ്ടതാണ്, അവൻ കാരുണ്യവാനാവേണ്ടതാണ്. അള്ളാഹുവിൻ്റെ ഒരു ഗുണമാണ് സത്താർ എന്നുള്ളത്, അതായത് തിന്മകളെ മറച്ചു വെക്കുക എന്നുള്ളത്. അങ്ങനെ അള്ളാഹുവിൻ്റെ മനുഷ്യരുടെ തിന്മകൾ അതിനെ പുറത്തു കൊടുക്കുകയും അതിനെ മറക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു ഗുണമാണ് പുറത്തു കൊടുക്കുന്നവൻ എന്നുള്ളത്. അപ്പം അങ്ങനെ തന്നെ മനുഷ്യൻ അവനോട് തിന്മ ചെയ്യുന്നവരുടെ തിന്മകളെ അവൻ പുറത്തു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ആ ഗുണങ്ങളുടെ പ്രകടനം അവനിൽ നിന്നുണ്ടാവേണ്ടതാണ്. അപ്പോൾ അവന് അള്ളാഹുവിൻ്റെ ആ ഒരു ഗുണനാമങ്ങളെ പ്രകടമാക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ഈ ഗുണനാമങ്ങളെ സ്വന്തം ജീവിതത്തിൽ പകർത്തിയത് നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവിടുത്തെ അടിമത്തത്തിൻ്റെ അനുഗ്രഹമായിക്കൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിനാണ് പിന്നീട് ആ ഒരു അനുഗ്രഹം ലഭിച്ചിരിക്കുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം വിശുദ്ധ ഖുർആനും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ തൻ്റെ ആ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നു. അതിനെ വായിക്കേണ്ട ആവശ്യമാണുള്ളത്, അതിനെ പഠിക്കുക. എന്താണ് ഹുസൂർ തിരുമനസ് വീണ്ടും വീണ്ടും പല ഭാഗങ്ങളിൽ ദൈവിക ഗുണങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. ഇർഫാൻ ഇലാഹിനെ പറ്റി എവിടേക്കാണ് അവിടെ നിന്ന് പറഞ്ഞതെന്ന് നാം പരിശോധിക്കേണ്ടതാണ്. എന്തെല്ലാം മാർഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നാം പരിശോധിക്കേണ്ടതാണ്. എങ്ങനെയെല്ലാമാണ് നമുക്ക് പരിശ്രമിക്കേണ്ടതെന്ന് നോക്കേണ്ടതാണ്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം മിൻ്റെ റുഹാനി ഖസായിൻ എന്നുള്ള ആ ഒരു ഗ്രന്ഥങ്ങളുടെ സമാഹാരം അത് വായിക്കേണ്ടതാണ്. മുസ്ലിം ഇസ്ലാമിൻ്റെ പല ലെക്ചറുകളും അതിലുണ്ട്. തഅല്ലുഖ് ബില്ലാ എന്നുള്ള ഒരു ലെക്ചർ ഹുസൂർ തിരുമനസ് ഉണ്ട്. അതിൽ ഹുസൂർ തിരുമനസ് പറഞ്ഞിരിക്കുന്നു എങ്ങനെ ആ ഒരു അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കാമെന്ന്. അപ്പോൾ ആ ഗ്രന്ഥങ്ങൾ വായിക്കുക. വെറുതെ വായിക്കുന്നതിൽ ഉപകാരമുണ്ടാവുകയില്ല. ആ ഒരു കാര്യങ്ങളെ സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നില്ലെങ്കിൽ, ആ സ്വന്തം ജീവിതം ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്കുന്നില്ലെങ്കിൽ, ഹുസൂർ തിരുമനസ് എൻ്റെ ഒരു ഉദാഹരണം അത് നൽകിക്കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഹദ്റത്ത് മുസ്ലിം ഇസ്ലാം പറയുകയുണ്ടായി, ദൈവസായുജ്യം, അള്ളാഹുവിൻ്റെ ഗുണനാമങ്ങൾ അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അനിവാര്യമായ കാര്യം ഇതാണ്: ഒരു മുഅ്മിൻ സ്വന്തം അസ്തിത്വത്തെ അള്ളാഹുവിന് നൽകേണ്ടതാണ്, അള്ളാഹുവിന് സമർപ്പിക്കേണ്ടതാണ്. അപ്പോഴാണ് ദൈവിക ഗുണങ്ങൾ അവനക്ക് ലഭിക്കുക. അതിനു വേണ്ടിയിട്ട് ഹദ്റത്ത് മുസ്ലിം ഇസ്ലാം വിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് വെക്കുകയുണ്ടായി. അള്ളാഹു പറയുന്നു, ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്. നിങ്ങൾ കേൾക്കുക, ആരാണോ സ്വന്തം അസ്തിത്വത്തെ അള്ളാഹുവിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അസ്ലമ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അള്ളാഹുവിന് വേണ്ടിയിട്ട് സമർപ്പിക്കുക. ഇസ്ലാം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറബി വാക്കിൻ്റെ ഒരു വാക്കാണ്, ഭാഷയുടെ വാക്കാണ്. അതായത് ഒരു വ്യക്തി തങ്ങളുടെ സമ്പത്ത് ഒരാൾക്ക് എല്ലാ വിധത്തിലും ആ ഒരു കാര്യം മറ്റുള്ളവന് കൊടുക്കുന്നതിനെയാണ് അസ്ലാമ എന്നുള്ള വാക്ക് പറയുന്നത്. അപ്പോൾ ഇസ്ലാം എന്നുള്ള വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് അള്ളാഹുവിന് പരിപൂർണമായി സമർപ്പിക്കുക, രണ്ടാമത്തെ അർത്ഥം സമാധാനം. അപ്പം മനുഷ്യൻ സൃഷ്ടികളോട് സ്നേഹത്തോടും കൂടി മതവും അതുപോലെ തന്നെ
ഒന്നും നോക്കാതെ സമാധാനത്തോടുകൂടി ജീവിക്കുക. അപ്പോൾ ഇസ്ലാം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നാം വിശ്വസിക്കുന്ന ഒരു മതം അത് അള്ളാഹുവിനെ സമർപ്പിക്കുന്ന മതമാണ്. രണ്ടാമത് മനുഷ്യ സൃഷ്ടികളോട് സമാധാനത്തോടുകൂടി ജീവിക്കേണ്ട മതമാണ്. അള്ളാഹു പറയുന്നു, മൻ അസ്ലമ വജ്ഹഹുലില്ല, ആരാണോ സ്വന്തത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് എന്തായിരിക്കും, വഹുവ മുഹ്സിനുൻ, അതുപോലെ തന്നെ അവൻ മുഹ്സിനുമായിരിക്കണം, സൽക്കർമ്മിയായിരിക്കണം. മുഹ്സിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി, മുഹ്സിൻ അവനാണ് ആരാണോ അള്ളാഹുവിൻ്റെ ഇബാദത്ത് ചെയ്യുമ്പോൾ അവൻ മനസ്സിലാക്കുകയാണ് അള്ളാഹുവിനെ കാണുക, ഞാൻ അള്ളാഹുവിനെ കാണുന്നു എന്ന് അവൻ മനസ്സിലാക്കുന്നു. അവന് ഈ ഒരു സ്ഥാനം അവൻ ലഭ്യമാകുന്നില്ലെങ്കിൽ അവൻ മനസ്സിലാക്കുക അള്ളാഹു നിന്നെ കാണുന്നു എന്നവൻ മനസ്സിലാക്കുക. കുറഞ്ഞ പക്ഷം ഈ ഒരു സ്ഥാനം അവന് ലഭ്യമാകേണ്ടതാണ്. അവനാണ് മുഹ്സിൻ. പറയുകയുണ്ടായി, ആരാണ് മുഹ്സിനാണെന്ന് അള്ളാഹുവിന് സമർപ്പിക്കുകയും ചെയ്യുന്നത് ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി, അവൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ പക്ഷത്തുണ്ട്. പറയുന്നു, ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവന് ഒരു വിധത്തിലുള്ള ഭയമുണ്ടായിരിക്കുന്നില്ല, ഒരു കാര്യത്തിലും അവന് വ്യസനിക്കുകയുമില്ല. അത് മസീമോദ് ഇസ്ലാം ഈ ആയത്തിൻ്റെ തഫ്സീർ ചെയ്തുകൊണ്ട് പറയുന്നു, ഇസ്ലാമിൻ്റെ അർത്ഥം ഈ ശുദ്ധ ഖുർആനിലെ ആയത്തിൽ പറഞ്ഞിരിക്കുന്നു, ബലാമൻ അസ്ലാം വജ്ഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. മുസ്ലിം അവനാണ് ആരാണ് അള്ളാഹുവിന് വേണ്ടിയിട്ട് സ്വന്തം എല്ലാ സ്വത്വവും സമർപ്പിക്കുന്നത്. പറയുന്നു, അതായത് സ്വന്തം അസ്തിത്വത്തെ അള്ളാഹുവിന് വേണ്ടിയിട്ടും അള്ളാഹുവിൻ്റെ പ്രീതിക്കനുസരിച്ചും വഖഫ് ചെയ്യുക എന്നുള്ളതാണ്. സൽക്കർമ്മം അള്ളാഹുവിന് വേണ്ടി ചെയ്യുക, തൻ്റെ എല്ലാ കഴിവുകളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വെക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുക, എല്ലാ കർമ്മപരമായിട്ടും വിശ്വാസപരമായിട്ടും അള്ളാഹുവിന് വേണ്ടി മാത്രമാവുക. വിശ്വാസപരമായിട്ട് ഇങ്ങനെ എല്ലാ അസ്തിത്വവും അള്ളാഹുവിൻ്റെ അനുസരണത്തിൽ സ്വന്തം ജീവിതത്തിൽ സ്വന്തം എല്ലാ അവയവങ്ങളെയും അതിനെ സമർപ്പിക്കുക. കർമ്മപരമായിട്ട് ഇങ്ങനെ പരിപൂർണമായിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് പരിപൂർണമായിട്ടുള്ള ആ നന്മകൾ, എല്ലാ കഴിവുകളുമായിട്ട് ബന്ധമുള്ള നന്മകൾ അത് നിർവഹിക്കുക. അത് എങ്ങനെയുള്ള ആഗ്രഹത്താലെന്നാൽ ആവേശത്താലെന്നാൽ അവൻ അള്ളാഹുവിനെ കാണുന്നു എന്ന് കണ്ടുകൊണ്ട് അതിനെ ആ സൽക്കർമ്മങ്ങൾ നിറവേറ്റുക. പറയുന്നു, ഇത് ഈ ഒരു വഖഫ് അതപ്പോഴായിരിക്കും സാധ്യമാവുക എല്ലാ അവൻ്റെ അവയവങ്ങളും അള്ളാഹുവിൻ്റെ പ്രീതിക്കനുസരിച്ചായിരിക്കണം. അത് അള്ളാഹുവിൻ്റെ ഒരു ഉപകരണമായി തീരണം. അവൻ്റെ അവയവങ്ങൾ, അവൻ്റെ അവയവങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹുവിൻ്റെ ഇച്ഛ അത് പ്രകടമാകണം. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം അള്ളാഹുവിൻ്റെ മാത്രം പ്രീതി അവൻ്റെ അവയവങ്ങളിൽ നിന്ന്, അവൻ്റെ കഴിവുകളിൽ നിന്ന് പ്രകടമാകേണ്ടതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ ആ ഒരു നിറം അവൻ തൻ്റെ എല്ലാ അവയവങ്ങളിലും എല്ലാ കഴിവുകളിലും അവൻ ചാർത്തുമ്പോൾ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ അള്ളാഹുവും അവനുമായിട്ടുള്ള ആ ഒരു സാമ്യത അത് വർദ്ധിക്കുന്നതാണ്. ഇത് പറയാൻ സാധിക്കുന്നതാണ്. അവൻ്റെ കണ്ണുകൾ അള്ളാഹുവിൻ്റെ കണ്ണുകളാണ്, അവൻ്റെ ഹൃദയം അള്ളാഹുവിൻ്റെ ഹൃദയമാണ്, അവൻ്റെ കൈകൾ അള്ളാഹുവിൻ്റെ കൈകളാണ്, അവൻ്റെ കാലുകൾ അള്ളാഹുവിൻ്റെ കാലുകളാണ്. കാരണം അവൻ പരിപൂർണമായിട്ട് അവൻ്റെ അവയവങ്ങൾ അത് അള്ളാഹുവിൻ്റെ ഇച്ഛയാണ് അതിൽ നിന്ന് പ്രകടമാകുന്നത്. അള്ളാഹുവിൻ്റെ ഇച്ഛയുടെ പ്രതിപുരുഷനാണ് അവൻ. അങ്ങനെ അള്ളാഹു തന്നെയാണ് എന്ന് അവനെ പറയാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രീതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള പരിപൂർണമായിട്ടുള്ള മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഇച്ഛയുമായിട്ട് അവൻ പരിപൂർണമായിട്ട് അവൻ സാമ്യത അവൻ ലഭിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വഹദാനിയത്തും മാലിക്കിയത്തും എല്ലാ ഗുണങ്ങളും അവന് അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ അവനിലുണ്ടാകുന്നു. അങ്ങനെ
അപ്പോൾ ഇത് തന്നെയാണ്, ഇതിൻ്റെ നാമം തന്നെയാണ് ഇസ്ലാമിലെ യാഥാർത്ഥ്യം എന്നുള്ളത്. ഇസ്ലാമിൻ്റെ ഉദ്ദേശവും തന്നെയാണ്. എല്ലാ ഇച്ഛകളും അതിൽ നിന്ന് മരിച്ചുകൊണ്ട് അവൻ്റെ ഇച്ഛ അതിൽ നിന്ന് തീർന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇച്ഛ അതിൽ പ്രകടമാകുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഉദ്ദേശം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുണ്ട്. അതിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരാണോ അള്ളാഹുവിൻ്റെ ഗുണങ്ങളെ ആഗ്രഹിക്കുന്നത് അവൻ വീണ്ടും വീണ്ടുമായിട്ട് നഫലുകൾ അനുഷ്ഠിക്കുക എന്നുള്ളത്. ഉസുത്തൻസ് പറയുകയുണ്ടായി, ആരാണോ നഫൽ അനുഷ്ഠിക്കുന്നത് വളരെയധികം, അതിൽ അവനുള്ളിൽ അള്ളാഹുവിൻ്റെ ആ ഒരു അവയവങ്ങൾ അവൻ്റെ അവയവങ്ങളാവുന്നതാണ്. യസാലു മിൻ നവാഫിൽ, എൻ്റെ അടിമകൾ എപ്പോഴും എൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതാണ് നവാഫിൽ മുഖാന്തരം. ഹത്ത ഒഹിബഹു, ഏതുവരെ എന്നാൽ ഞാൻ അവനെ സ്നേഹിക്കുന്നതാണ്. പല അഹബബ്തുഹു കുൻതു സാമഹുമുല്ലദി അസ്മബിഹി, ഞാൻ അവനെ സ്നേഹിക്കുമ്പോൾ ഞാൻ അവൻ്റെ ചെവിയാകുന്നു അവൻ കേൾക്കുന്നത്. വ ബസറഉല്ലദി യുബിസറഹു, അവൻ കാണുന്ന അവൻ്റെ കണ്ണായിത്തീരുന്നു ഞാൻ. വയദഉല്ലദി യബ്തിഷു ബിഹ, അവൻ പിടിക്കുന്ന കൈയായി മാറുന്നു ഞാൻ. വരിജഹുല്ലതി യംഷി ബിഹ, ചലിക്കുന്ന അവൻ്റെ കാലാകുന്നു ഞാൻ. വൈൻ സാലനി യഅ്തുനഹു, അവൻ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അവൻ നൽകുന്നു. വലനിസ്താസനി, അവൻ ചോദിക്കുന്നതെല്ലാം ഞാൻ അവന് നൽകുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ അത് കരസ്ഥമാക്കുമ്പോൾ, അതിൻ്റെ പ്രതിച്ഛായ അവൻ തന്നിൽ സ്വീകരിക്കുമ്പോൾ, അള്ളാഹുവും തൻ്റെ പരിപൂർണ അത് പ്രതിച്ഛായ രീതിയിൽ അള്ളാഹുവിൻ്റെ അവയവങ്ങളായിട്ട് അവൻ തീരുന്നു. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്നു, ബദർ യുദ്ധത്തിൽ എറിഞ്ഞ ആ ഒരു മൺതരികൾ കുഫാരികളെതിരെ, അതിനെ സംബന്ധിച്ച് പറയുന്നു, മാ റമയത ഇത് റമയത വലാകിന്ന അല്ലാഹ റമ, അതായത് നീ എറിഞ്ഞ ആ മൺ അത് നീയല്ല എറിഞ്ഞത്, അത് ഞാനാണ്, അള്ളാഹുവാണ് എറിഞ്ഞത് എന്ന്, അള്ളാഹുവിൻ്റെ കൈകളാണ് എന്ന് പറയുന്നു. ബയ്യത്തെ പറ്റി പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത ബയ്യത്തിനെ സംബന്ധിച്ച്, നിങ്ങളെടുത്ത ആ ഒരു ബയ്യത്ത് അത് നിങ്ങളെടുത്ത ബയ്യത്തല്ല, അള്ളാഹുവിൻ്റെ കൈകളാണ് നിങ്ങളുടെ കൈയുടെ മുകളിൽ ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. മസീഹ് ഇസ്ലാം പറയുന്നു, ആരാണോ ദൈവസായുജ്യം, ദൈവത്തെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിൻ്റെ ഗുണനാമങ്ങളെ സ്വീകരിക്കുന്നത്, പ്രതിച്ഛായ രൂപത്തിൽ അള്ളാഹു അവൻ്റെ കൈകളും കൈകാലുകളുമായി തീരുന്നു. അതിൽ മസീഹ് ഇസ്ലാം പറയുന്നു, സൂഫിയ പറയുന്നു, അവർ അള്ളാഹുവിൻ്റെ കുട്ടികളാണ് എന്ന്, അത്ഫാലുള്ളയാണ് എന്ന്. ക്രൈസ്തവർക്ക് ഇതിൽ നിന്ന് തന്നെയാണ് അവർക്ക് ചതി പറ്റിയത്. ഈസാ അലൈഹി ഇസ്ലാമും പറയുകയുണ്ടായി, ഞാൻ അള്ളാഹുവിൻ്റെ മകനാണ് എന്ന്. അപ്പോൾ യഥാർത്ഥ രീതിയിൽ ശാരീരികപരമായിട്ടുള്ള മകനല്ല, അങ്ങനെ അവർ ഷിർക്ക് ചെയ്യാൻ തുടങ്ങുകയുണ്ടായി. പക്ഷേ തെറ്റാണ്. അത് ആലങ്കാരികപരമായിട്ടാണ്. അള്ളാഹുവിൻ്റെ ഗുണനാമങ്ങളെ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. എല്ലാ നബിമാരും അള്ളാഹുവിൻ്റെ മക്കളാണ്. ഔലിയാക്കളും പറയുന്നു, ഞങ്ങൾ അത്ഫാലുള്ളയാണ്, അള്ളാഹുവിൻ്റെ മക്കളാണ് എന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഗുണങ്ങളെ കരസ്ഥമാക്കുന്നതിന് അനിവാര്യമാണ് അള്ളാഹുവിൻ്റെ ആ ഒരു പ്രതിച്ഛായ തന്നിലുണ്ടാക്കുക, തൻ്റെ ഗുണങ്ങളെ അത് കരസ്ഥമാക്കുക, സ്വന്തം ഹൃദയത്തിൽ അതിനെ കൊണ്ടുവരിക, അതിനെ പ്രകടമാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അള്ളാഹുവിന് തൗഫീഖ് നൽകട്ടെ. ജസാക്കല്ലാഹു തആല. പ്രോഗ്രാമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് എൻ്റെ അടുത്ത ചോദ്യം അതാൽ മുജിസാബിനോട്, മനുഷ്യൻ പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സയ്യിദന മുസ്ലിം തആല അൻഹു ഈ ഇർഫാൻ ഇലാഹി എന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ വെളിച്ചത്തിൽ വിശദീകരിച്ചാലും. ജസാക്കുമുല്ലാഹ്. ഇവിടെ പരാമർശിക്കപ്പെടുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഇർഫാൻ പ്രാപിക്കുന്നതിന് വേണ്ടി നാം അള്ളാഹുവിൻ്റെ ഗുണങ്ങളെ നമ്മിൽ സ്വായത്തമാക്കേണ്ടത് അനിവാര്യമാണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഉള്ളിൽ സംജാതമാക്കുന്നതിന് നാം പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അനിവാര്യമാണ്. നമ്മുടെ ഹൃദയത്തെ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധമാക്കേണ്ടതുണ്ട്. ഏതുവരെ നമ്മുടെ ഹൃദയത്തെ പാപത്തിൽ നിന്ന് ശുദ്ധമാക്കുന്നില്ലയോ,
ഏതുവരെ നമ്മുടെ സ്വഭാവം ശരിയാവുന്നില്ലയോ, ശുദ്ധമാകുന്നില്ലയോ, അള്ളാഹുവിനെ പോലുള്ള പവിത്ര അസ്തിത്വത്തെ ലഭിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ഹൃദയത്തെ പാപത്തിൽ നിന്ന് സുരക്ഷിതമാക്കേണ്ടത് വളരെ അനിവാര്യമായ സംഗതിയാണ്. ഇത് സംബന്ധമായ അതിർ മുസ്ലിം മൗദ് തആല അൻഹു ഇവിടെ ഒരു കാര്യം പരാമർശിച്ചു. മനുഷ്യൻ പാപം ചെയ്യുന്നു, പാപത്തിൽ നിന്ന് രക്ഷപ്പെടുക അനിവാര്യമാണ്. മനുഷ്യൻ എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത്? അതിനൊന്ന് രണ്ട് കാരണങ്ങളുണ്ട്. അത് മുസ്ലിം മൗദ് വിവരിച്ചിട്ടുണ്ട്, ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്, ചിലപ്പോൾ മനുഷ്യൻ പാപം ചെയ്യുന്നത് അതിന് പാപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടായിരിക്കും. അതായത് അറിവില്ലായ്മ കൊണ്ട് അവൻ പാപം ചെയ്യുന്നു, അവൻ അറിയുന്നില്ല അവൻ ചെയ്യുന്നത് പാപം ചെയ്യുന്നുണ്ടെന്ന കാര്യം അറിയുന്നില്ല. എന്നാൽ മനുഷ്യനറിയാം കളവ് പറയുന്നത് പാപമാണ്, കൊള്ള പാപമാണ്, അത് ഇങ്ങനത്തെ വലിയ വലിയ തിന്മകളെക്കുറിച്ച് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് വിവരം. എന്നാൽ ചില തിന്മകളുണ്ട്, പാപങ്ങളുണ്ട്, അത് ചെറിയ ചെറിയ തിന്മകളായിരിക്കും. എന്നാൽ മനുഷ്യനത് ചെയ്യുമ്പോൾ അവനറിയില്ല അത് താൻ പാപമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹുസൂർ അതിന് ഉദാഹരണം നൽകേണ്ടത്, ഒരു ഭവനം അതിൻ്റെ നാല് ചുവറുകൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഭവനമാണ് നമുക്കതിന് പറയാൻ. എന്നാൽ ഏതുവരെ നമ്മുടെ പൂർണ്ണമായി ഭവനം നിർമ്മിക്കുന്നില്ലയോ, അതിന് ജനങ്ങൾ വെക്കുന്നില്ലയോ, അതിൻ്റെ മേൽക്കൂര പണിയുന്നില്ലയോ, അതൊരു ഭവനത്തിന് ആവശ്യമായ മറ്റുള്ള സാധനങ്ങൾ ഏതുവരെ നമ്മൾ പൂർത്തിയാക്കുന്നില്ലയോ, അതിനുള്ളിൽ അതുവരെ അതിന് ഭവനം എന്ന് പറയപ്പെടുകയില്ല. അതുകൂടെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ സംഗതി പൂർത്തിയാക്കുന്നതിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊന്നും അത് ഉണ്ടാവുന്നത് വരെ അതിന് മക്കാൻ എന്ന് പറയപ്പെടുന്നതല്ല, ഭവനം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ പാപത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടത് അനിവാര്യമാണ്. അവന് അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഒന്നാമത്തെ കാരണം ഹുസൂർ പറഞ്ഞത്, അത് അറിവില്ലായ്മ കൊണ്ട് ചെറിയ ചെറിയ തിന്മകൾ മനുഷ്യൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അവൻ അറിയുന്നില്ല, എന്നറിയാതെ ചെയ്തു പോകുന്നു. രണ്ടാമത്തെ കാരണം ഹുസൂർ പറഞ്ഞിട്ടുള്ളത്, ചില സമയത്ത് ചില ആളുകൾ ഉണ്ടാവും, അവർക്കറിയാം തങ്ങൾ തിന്മ എന്താണ് എന്നുള്ളത്. ഈ പ്രവൃത്തി, ഇന്ന പ്രവൃത്തി അത് മോശമാണ്, അത് ചീത്തയാണ്, അത് തിന്മയാണെന്ന് അവർക്ക്. എന്നാൽ അവർ ചെയ്യുമ്പോൾ അവർ മറന്നു പോകുന്നു, അവർ മനസ്സിൽ തന്നെ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഉദാഹരണം നൽകണമെങ്കിൽ, കളവ് പറയുക എന്നുള്ളത് തിന്മയാണെന്ന് അവർക്കറിയാം, മോശമായ സംഗതിയാണ്, ദുഷ്പ്രവൃത്തിയാണ്, ദുഷ്കർമ്മമാണ് എന്ന് അറിയാം. അവൻ നന്നായിട്ട് പറയാം, ഒരു മനുഷ്യനറിയാം. എന്നാൽ കളവ് പറയേണ്ട സന്ദർഭം വരുമ്പോൾ ആ സമയത്ത് അവന് ഓർമ്മയുണ്ടല്ലോ താൻ കളവാണ് പറയുന്നതെന്ന്. ഹുസൂർ പറയുകയുണ്ടായി, തെറി പറയുക എന്നുള്ളത് അതൊരു തിന്മയാണ്. കലഹം ഉണ്ടായാൽ മനുഷ്യൻ തെറി പറയാൻ തുടങ്ങുന്നു. എന്നാൽ അവൻ തെറി പറയുമ്പോൾ അവന് അറിയില്ല താൻ തെറ്റാണ് ചെയ്യുന്നത്. എന്നാൽ പിന്നീട് അവന് പശ്ചാത്തപിക്കുന്നു, അവന് ഖേദിക്കുന്നു. ആ സമയത്ത് അവൻ്റെ മനസ്സിൽ വരുന്നു അത് തിന്മയാണ്, ഞാൻ ചെയ്ത് ശരിയായില്ല. അവന് തോന്നുന്നു ഞാൻ ചെയ്ത ഈ പ്രവൃത്തി അത് തെറ്റാണ്. അങ്ങനെ അവന് പശ്ചാത്തപിച്ച് ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ ഒരു സാഹചര്യം, രണ്ടാമത്തെ കാരണമായിട്ട് ഹുസൂർ പറയാം. മൂന്നാമത്തെ കാരണം ഹുസൂർ പറയുന്നത്, ഈ രണ്ടും കൂടാതെ ചില സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യനറിയാം പാപം എന്താണ് എന്ന്. അവൻ പാപം ചെയ്യുമ്പോൾ അവനറിയാം താൻ പാപം ചെയ്യുമ്പോൾ അതറിയാം താൻ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ മനഃപൂർവ്വമായ അമദൻ ഔഖതൻ എന്ന് പറയും. ഒരു അമദൻ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം തിന്മ ചെയ്യുന്നതിനാണ്. അത് ഹുസൂർ പറയുന്നു, മനുഷ്യൻ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടും അവനറിയാം താൻ തിന്മയാണ് ചെയ്തത്, എന്നിട്ടും അവൻ ചെയ്തുകൊണ്ടേ പോകുന്നു. ഈ മൂന്ന് കാരണങ്ങളാണ് മനുഷ്യൻ പാപം ചെയ്യാനുള്ള മൂന്ന് കാരണങ്ങൾ. ഈ മൂന്നെണ്ണമാണ്. ഈ മൂന്ന് കാരണങ്ങളും മൂന്ന് സാഹചര്യങ്ങളും അത് മനുഷ്യനെ അള്ളാഹുവിൻ്റെ ഇർഫാനിൽ നിന്ന് അകറ്റിക്കളയുന്നൊരു സംഗതിയാണ്. ഹൃദയത്തെ അത് കളങ്കിതമാക്കി തീർക്കുന്നു. ഏതുവരെ അത് ശുദ്ധമാകുന്നില്ല, അള്ളാഹുവിൻ്റെ ആ ഹൃദയത്തിൽ, ആ കളങ്കിതമായ ഹൃദയത്തിൽ അള്ളാഹു വരിക സാധ്യമല്ല. അതുകൊണ്ട് പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത്, പാപങ്ങളിൽ നിന്ന് ശുദ്ധമായി തീരുക എന്നുള്ളത്, ഇത് വളരെ അടിസ്ഥാനപരമായ അനിവാര്യമായൊരു സംഗതിയാണ്. ഇത് സംബന്ധമായിട്ട് ഹുസൂർ റളിയല്ലാഹു അൻഹു കൂടുതൽ വിശദീകരണം നൽകിക്കൊണ്ട് പറയുന്നു. ഒരു കാര്യം കൂടി പറയണ്ടേ, എങ്ങനെ നമുക്ക് പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കും? ഇത് സംബന്ധമായി ഹുസൂർ ഒന്ന് രണ്ട് കാര്യങ്ങൾ വിവരിക്കുകയുണ്ടായി. അത് ഞാൻ സമയം ലഭ്യത അനുസരിച്ച് ഞാൻ വിവരിക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യം ഹുസൂർ പറഞ്ഞത്,
ചില സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ശരീഅത്ത് പരമായിട്ടുള്ള ഒരു തിന്മ നമ്മൾ ചെയ്യുമ്പോൾ, ശരീഅത്ത് വലിക്കുക തിന്മ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളതിൽ കുറ്റക്കാരാകുമ്പോൾ അതിൻ്റെ കാരണം ചിലപ്പോൾ മനുഷ്യൻ്റെ ശാരീരികമായിട്ടുള്ള രോഗം കാരണമായിട്ടായിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ ഇൽമ്, അതിൻ്റെ അറിവ് അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക് ഉണ്ടാവുക. അത് ഏത് തിന്മകളാണ് മനുഷ്യൻ്റെ രോഗം മൂലം ഉണ്ടാകുന്നത് ശാരീരികമായിട്ട്, അത് ഹുസൂർ പറയുന്നു അത് ശാരീരിക രോഗം കൊണ്ടാണ് വല്ല പാപം ഉണ്ടാകുന്നതെങ്കിൽ അതിനുള്ള പരിഹാരം അത് ഡോക്ടറിൻ്റെ അടുക്കലാണ്, ഡോക്ടർ ഭിക്ഷുകരുടെ അടുക്കലാണ്. ഏതെങ്കിലും ആത്മീയ ഗുരുവിൻ്റെ അടുത്തല്ല അതിനുള്ള ചികിത്സയുള്ളത്, അതൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചികിത്സ. ഹുസൂർ പറഞ്ഞു പല മിക്ക സന്ദർഭങ്ങളിലും ചില ശാരീരിക പ്രശ്നം കൊണ്ട് അതുപോലെ തന്നെ മനുഷ്യന് ആത്മീയമായ ഉയർച്ച ചില പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ വികാരങ്ങളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നല്ലൊരു കാര്യം ഓർക്കുക, എപ്പോഴും പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൽ അതിന് കാരണം ശാരീരിക രോഗം എപ്പോഴും ആയിക്കൊള്ളണമെന്നില്ല. ഇതൊരു അത് എല്ലാ സാഹചര്യത്തിലും പാപം ചെയ്യുന്നത് ഈ കാരണം കൊണ്ടായിരിക്കണമെന്നില്ല, മനുഷ്യൻ്റെ ശാരീരിക രോഗം കൊണ്ടായിരിക്കണമെന്നില്ല. എന്നാൽ ഇതിൻ്റെ തിരിച്ചറിവ് അള്ളാഹുവിൻ്റെ പ്രവാചകനും അള്ളാഹുവിൻ്റെ പോലെ അള്ളാഹു അയച്ച ആക്കാണ് അതുണ്ടാവുക. ഒരു സാധാരണക്കാരന് ഇതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കാൻ സാധനം. അതുകൊണ്ടാണ് ഹുസൂർ പറയുകയുണ്ട്, ചില പാപങ്ങൾ ഇങ്ങനത്തതുണ്ട്, അത് മനുഷ്യൻ്റെ ശാരീരിക രോഗങ്ങൾ കണ്ടും മനുഷ്യന് ചില പാപങ്ങൾ വന്നു കൂടാറുണ്ട്. അതിന് ചികിത്സിക്കുകയാണെങ്കിൽ മനുഷ്യൻ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ചില കാര്യം ഒന്നും കൂടി ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുന്നതാണ്. മനുഷ്യൻ ചെയ്യുന്ന പാപം, ആ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന് വേണ്ടി തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ വിശദീകരണം ഞാൻ പോകുന്നില്ല, അതിൻ്റെ ഞാൻ ചുരുക്കി ഞാൻ പറയാം. ഹുസൂർ പറയുകയുണ്ടായി, നമ്മുടെ കർമ്മങ്ങൾ ശരിയാക്കുന്നതിന് നമ്മൾ മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ ഇർഫാൻ ലഭിക്കുന്നതിന് നമ്മുടെ പഴയ എല്ലാ പാപങ്ങളും അതിനെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ട്. വളരെ ഒരു ഉദാഹരണം നൽകി, നമ്മൾ ഒരു നോട്ട് ബുക്കിൽ കണക്ക് എഴുതാൻ തുടങ്ങിയാൽ തുടക്കത്തിൽ തന്നെ ആ കണക്ക് തെറ്റാണെങ്കിൽ പിന്നെ എത്ര തന്നെ നമ്മൾ കണക്ക് എത്ര എഴുതിക്കൊണ്ടോ ആ കണക്ക് തെറ്റിക്കൊണ്ടേ പോകും. അതുകൊണ്ട് അടിസ്ഥാനം ഇതാണ്, നമ്മൾ എത്ര പാപം നമുക്കുണ്ടായിട്ടുണ്ടോ, എത്ര വിധത്തിലുള്ള പാപം ഉണ്ടായിട്ടുണ്ടോ, ഏത് വിധത്തിലുള്ള പാപമാണെങ്കിലും അതിനെ ശുദ്ധീകരിക്കുന്ന കാര്യത്തിൽ അത് ശുദ്ധീകരിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ, അതിന് തൗബ മസ്റ്റാണ്, നിർബന്ധമാണ്. തൗബ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കണക്ക് ക്ലിയർ ആക്കുകയാണെങ്കിൽ, ഹൃദയത്തെ ശുദ്ധീകരിക്കണം. അപ്പോൾ നമുക്ക് അള്ളാഹുവിനെ പ്രാപിക്കുന്നതായിരിക്കും, അള്ളാഹുവിൻ്റെ ഇർഫാൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ജസാക്കുമുല്ലാ അഹ്സനുൽ ജസാ. പ്രേക്ഷകരെ, ഇതോടൊപ്പം നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. ഇതിൻ്റെ അവസാനത്തിൽ വിനീതൻ സയ്യിദന മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി അവതരിപ്പിക്കുന്നതാണ്. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം പറയുന്നു, നിങ്ങൾ ആ അള്ളാഹുവിനെ തിരിച്ചതിന് വേണ്ടി ഒരുപാട് ശ്രമിച്ചു കൊണ്ടിരിക്കുക. അവനെ പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ മോക്ഷമാണ്. അവന് ലഭിക്കുക എന്നുള്ളത് സന്മാർഗമാണ്. അവൻ പ്രകടമാകുന്നത് ഹൃദയത്തിൻ്റെ സത്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി അവൻ അന്വേഷിക്കുന്നവർക്കാണ്. അവൻ പ്രത്യക്ഷപ്പെടുന്നത് അവൻ്റേതായി തീരുന്നവർക്കാണ്. ആ ഹൃദയം, പരിശുദ്ധമായ ഹൃദയം, അതാണ് അവൻ്റെ വാസസ്ഥലം. കളവും അതുപോലെ തന്നെ തെറിയും വിളിക്കുന്ന ആ നാവുകൾ അതിൽ നിന്ന് പരിശുദ്ധമായിരിക്കണം. അതുപോലെ തന്നെ കശ്ഫുൽ കിത്ത റുഹാനി ഖസാൻ വോളിയം 14 പേജ് 158. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ തുടരുന്നതായിരിക്കും. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. खुदा पाओगे लो तुम्हें तौर तसल्ली का बताया हमने। आओ लोगों के यही नूर खुदा पाओगे लो तुम्हें तौर तसल्ली का
बताया